വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. വിജയേട്ടാ, ഇന്നലെ വൈകുന്നേരം 4 മണിക്ക് ശേഷം ഒരു വിമാനം പെട്ടെന്ന് ഇന്ത്യയിലേക്ക് പറന്നിറങ്ങുന്നു. ആ വിമാനത്തിൽ നിന്ന് UAE ഭരണാധികാരിയായിട്ടുള്ള ഷെയ്ഖ് സായിദ് അൽ നഹ്യാൻ പുറത്തേക്ക് വരുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടെ ഉണ്ടായിരുന്നു. പ്രോട്ടോകോൾ ലംഘിച്ച് അദ്ദേഹത്തെ പോയി സ്വീകരിക്കുന്നു. സ്വീകരിച്ച ശേഷം അൽ നഹ്യാൻ പ്രധാനമന്ത്രിക്കൊപ്പം അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് പോകുന്നു. ആരുടെ വസതിയിൽ? നമ്മുടെ പ്രധാനമന്ത്രിയുടെ വസതിയിൽ പോകുന്നു. അതിനുശേഷം നടന്ന കാര്യങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. അതായത് ഊർജ മേഖലയിലെ സഹകരണം, AI, ന്യൂക്ലിയർ സാങ്കേതിക വിദ്യ, ശൂന്യാകാശ ഗവേഷണം, പ്രതിരോധം, ഇതെല്ലാത്തിലും കരാർ ഒപ്പിട്ട് പോകുന്നു. അപ്പൊ എന്റെ ഡൗട്ട്, പെട്ടെന്നൊരു 3 മണിക്കൂർ ഇദ്ദേഹം ഇന്ത്യയിലേക്ക് വരുന്നത് ഈ ഒരു കരാറൊക്കെ ഒപ്പിടാനാണോ? അല്ല എന്നാണ് പല വിദഗ്ധരും പറയുന്നത്. കാരണം ഇതൊക്കെ ഒപ്പിടാനാണെങ്കിൽ ഔദ്യോഗികമായിട്ടുള്ള ഒരു സന്ദർശനത്തിൽ വന്ന് ഒരു ദിവസം തങ്ങി അത്താഴ വിരുന്നൊക്കെ കഴിച്ച്, ഇതാണ് അതിന്റെ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. പക്ഷെ ദാ വന്നു ദേ പോയി എന്ന് നമ്മുടെ സുരേഷ് ഗോപി പറയുന്നത് പോലെ പെട്ടെന്ന് പറന്നിറങ്ങുന്നു, പുള്ളി ഇതാ പോവുകയും ചെയ്തു. നോക്കിയപ്പം ന്യൂക്ലിയർ സാങ്കേതിക വിദ്യയൊക്കെയാണ് ഒപ്പിട്ട് വെച്ചിരിക്കുന്നത്. അപ്പൊ എന്തായിരിക്കും ഇതിന്റെ പിന്നിൽ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഒരു വൈഡ് ആസ്പെക്റ്റിൽ ഈ സാധനത്തിനെ നമുക്ക് വ്യാഖ്യാനിക്കാം. വൈഡ് ആസ്പെക്റ്റിൽ ഒരുപാട് വ്യാഖ്യാന സാധ്യതയുള്ള ഒരു സബ്ജക്റ്റ് ആണിത്. ഒന്നാമത്തെ കാര്യം, പാകിസ്ഥാൻ സൗദി അറേബ്യക്ക് ആണവ കൊട കൊടുക്കാന്ന് പറഞ്ഞ അറബ് നാറ്റോ ഉണ്ടാക്കിക്കൊണ്ട് വരുമ്പോൾ ഇന്ത്യ UAE വിളിച്ചിട്ട് പറയുകയാണ്, ഇങ്ങോട്ട് വരൂ, നമുക്കൊരു ന്യൂക്ലിയർ സാങ്കേതിക വിദ്യ ഒപ്പിടാം എന്നൊരു ആസ്പെക്റ്റിൽ നമുക്കത് വ്യാഖ്യാനിക്കാം. അറബ് നാറ്റോയുടെ തുരങ്കം വെക്കുന്ന രീതിയിൽ നമുക്കത് ആലോചിക്കാം. രണ്ടാമത്തെ കാര്യം, സൗദിയും UAE തമ്മിൽ ചെറിയൊരു ക്ലാഷ് ഉണ്ട്, അതിനെ മുതലെടുക്കുന്ന രീതിയിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. പാകിസ്ഥാനും UAE തമ്മിൽ അടുക്കാതിരിക്കാനുള്ള രീതിയാണെന്ന രീതിയിൽ വ്യാഖ്യാനിക്കാം. മൂന്നാമത്തെ കാര്യം, GCC രാജ്യങ്ങൾ ഈ പാകിസ്ഥാന്റെ കൂടെ നിന്നാൽ നിങ്ങൾക്ക് ഒലക്ക പിടുങ്ങിയതും കാടിയുള്ളേ കിട്ടൂ. നമ്മുടെ കൂടെ വന്നപ്പോ ഇവന്റെ അവന് AI സാങ്കേതിക വിദ്യ, ന്യൂക്ലിയർ സാങ്കേതിക വിദ്യയൊക്കെയാണ് നമ്മളുമായിട്ട് ഒപ്പിട്ടിട്ട് പോയിരിക്കുന്നത്. അപ്പൊ അവിടെയല്ല, ഇവിടെയാണ് സൗത്ത് ഇന്ത്യയുടെ ഗേറ്റ് വേ എന്ന് ഇന്ത്യ പറയുന്ന രീതിയിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. നമ്മൾ ഏത് വ്യാഖ്യാനമാണ് നമുക്ക് ആധികാരികമായിട്ട് തോന്നുന്നത്? അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെ ധനുഷ് പറഞ്ഞ വളരെ ശരിയാ. സാധാരണ നമ്മൾ ഈ കരാറൊക്കെ ഒപ്പിടാൻ വരുന്നത് ഭയങ്കര ചടങ്ങാണ്. പക്ഷെ നമ്മൾ ഇന്നലത്തെ നമ്മുടെ പ്രോഗ്രാമിൽ നമ്മൾ പറഞ്ഞിരുന്നു ഇങ്ങനെ UAE ഭരണാധികാരി വരുന്നുണ്ടെന്ന്. ഇന്നലത്തെ ചർച്ച കണ്ടവർക്ക് അറിയാൻ കഴിയും. ഇന്നലെ നമ്മൾ രണ്ടാമത്തെ ചർച്ചയിൽ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ അദ്ദേഹം ഇത് നേരത്തെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ഷണിച്ചു വരുന്നതാണ് അദ്ദേഹത്തെ ഇങ്ങോട്ടേക്ക്. പക്ഷെ ഇത് അങ്ങനെയല്ല, ഇതിൽ അപ്രതീക്ഷിതമായ ഒരു സന്ദർശനമായിരുന്നു. ഇതിന് നേരത്തെ സാധാരണഗതിയിൽ ഇവിടെ ഈ ലീഡേഴ്സ് ഒക്കെ വരുമ്പോൾ മാധ്യമങ്ങൾ വലിയ പ്രചാരം അതിന് കൊടുക്കുകയും വിദേശകാര്യ മന്ത്രാലയമൊക്കെ ഈ മാധ്യമങ്ങൾക്ക് പ്രത്യേക ഇതിന് വേണ്ടിയിട്ടുള്ള ബ്രീഫിംഗ് ഒക്കെ നടത്തുകയൊക്കെ ചെയ്യും. ഇവർ വരുന്നതിന് മുമ്പ് തന്നെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും വലിയ കെട്ടും മട്ടും ഒക്കെ ആയിരിക്കും ദില്ലിയിൽ നടക്കുന്ന ഈ കരാറൊക്കെ ഒപ്പിടുന്നതിന്റെ ഭാഗമായിട്ട് നടക്കും. പക്ഷെ ഇത് അങ്ങനെയല്ല, വെറും 3 മണിക്കൂർ കഷ്ടിച്ച് ഇവിടെ ഉണ്ടായിരുന്നു എന്ന് മാത്രമാണല്ലോ. അതിനുശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്വീറ്റ് ചെയ്തു, എന്റെ ദുബായിലുള്ള സഹോദരൻ എത്തി, ഞങ്ങൾ കണ്ടു, ഊഷ്മളമായി സംസാരിച്ചു. അതിനകത്ത് എനിക്ക് ആ കരാറിൽ പ്രത്യേകിച്ച് പുതുമയൊന്നും തോന്നിയില്ല ധനുഷ്. ആകെയുള്ള പുതുമ ഈ ആണവ സാങ്കേതിക വിദ്യ മാത്രമേ ഉള്ളൂ. കാരണം AIക്കകത്തൊരു പുതുമയില്ല. കാരണം ഞാനത് പറയാൻ കാരണം, ഞാൻ 2022 ഉത്തർപ്രദേശ് നിയമസഭാ ഇലക്ഷൻ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോയിരുന്നു. അപ്പൊ ആ സമയത്ത് നമ്മുടെ നോയിഡ ആണല്ലോ ഒരു വ്യവസായ ഇൻഡസ്ട്രിയൽ ഏരിയ UPയുടെ. അപ്പൊ അവിടെ ഈ മീഡിയ സിറ്റി ഉണ്ടല്ലോ UAEയിലുള്ള, അതിന്റെ അതേ മാതൃകയിൽ അതിനേക്കാൾ കുറച്ചുകൂടി ബൃഹത്തായ രീതിയിൽ അവര് തന്നെ ഈ നോയിഡയിൽ സ്ഥലം എടുത്തിട്ടിട്ട് അതിന്റെ വർക്ക് തുടങ്ങി. 8000 കോടി രൂപയുടെ പ്രൊജക്ട് ആയിരുന്നു എന്നാണ് എന്റെ ഓർമ്മ. അതായത് ഇത് കൂടാതെ അവിടെ വേറൊരു ഫിലിം സിറ്റി വരുന്നുണ്ട്. ഇത് കൂടാതെ ഇവരുടെ ദുബായിയുടെ തന്നെ ഈ നോയിഡയില് ഈ AI സാങ്കേതിക വിദ്യയോടുകൂടി സിനിമകൾ നിർമ്മിക്കുക ഒരു മീഡിയ സിറ്റി തന്നെയാണ്. പക്ഷെ മീഡിയ സിറ്റിക്ക് അപ്പുറത്ത് സിനിമകൾക്ക് ഉള്ള ആ ഒരു എന്തായാലും പറയുന്നത്, സിനിമകളും മറ്റുമൊക്കെ ചെയ്യാൻ പറ്റുന്ന ഈ അനിമേറ്റഡ് സിനിമകളും ഒക്കെ ഇല്ലേ ചെയ്യാൻ പറ്റുന്നത്. അത് 2022 കാര്യമാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ ഇതിപ്പോ 4 വർഷം കൂടെ കഴിഞ്ഞു, 2026 അപ്പം അത് ഒപ്പിടുക എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഇവിടെ വർക്ക് അവർ നടത്തി കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു UAEയുടെ ഏറ്റവും വലിയ പ്രൊജക്ടുകളിൽ ഒന്ന് UPയിലാണ് നടക്കുന്നത്, ഈ നോയിഡയില. അത് ഇതാണ്, ഇത് വന്നു കഴിഞ്ഞാല് UP സർക്കാർ തന്നെ ഒരു ഫിലിം സിറ്റി ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ ഇവിടെ ആന്ധ്രാപ്രദേശിലുള്ള റാമോജി റാവു പോലെ ഒരു സംവിധാനം അവർ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവരുടെ അങ്ങനെയല്ല, ഈ വിദേശ കമ്പനികളെ കൊണ്ടുവന്നിട്ട് ഈ AI വെച്ചിട്ട് സിനിമയും സീരിയലും വിദ്യാഭ്യാസത്തിനൊക്കെ പറ്റുന്ന ഒരു സാധനമാണ് അത് ചെയ്തത്. പക്ഷെ അന്ന് അവർ അതിന്റെ സ്ഥലം അക്വയർ ചെയ്ത് തുടങ്ങുന്നതേ ഉണ്ടായിരുന്നില്ല, അന്നൊരു അനൗൺസ്മെന്റ് അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഇവിടെ ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ ഈ ഖമേനിയെ കൊലപ്പെടുത്താനുള്ള നീക്കം വളരെ ഭയങ്കരമായിട്ട് തന്നെ നടക്കുന്നുണ്ട്. അതായത് ഈ ബോംബർ വിമാനങ്ങൾ വരുന്നു,
ഒപ്പം തന്നെ ഈ ആണവ ഷിപ്പ് ഈ വിമാനങ്ങൾ വഹിക്കാൻ കഴിവുള്ള ഷിപ്പുകൾ വരുന്നുണ്ട്. ഒപ്പം തന്നെ ഈ പിന്നെ മിഡിൽ ഈസ്റ്റിലുള്ള പല രാജ്യങ്ങളിലും അമേരിക്കൻ വ്യോമത്താവളങ്ങളിലൊക്കെ അതിനുകൊണ്ട് സജ്ജീകരണം നടക്കുന്നുണ്ട്. ഇസ്രയേലും വളരെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരീക്ഷണ പറക്കലുകൾ പല വിമാനങ്ങളും നടത്തുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഇറാനിയൻ പ്രസിഡന്റ് പെഷസ്കിയാൻ പറഞ്ഞത്, ഖമേനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിനെ ഞങ്ങൾ യുദ്ധമായിട്ട് തന്നെ കണക്ക് കൂട്ടും, ഞങ്ങൾ അതൊരു വലിയ യുദ്ധത്തിന് തയ്യാറെടുക്കുന്നു എന്ന് പറയുന്നു. ഇതൊരു സാഹചര്യമാണ്. ഖമേനിയെ കൊല്ലുക, നമ്മൾ കഴിഞ്ഞ ചർച്ചകൾക്ക് മുമ്പ് പല ചർച്ചകളിലും നമ്മൾ പറയാറുണ്ട് ഖമേനിയാണ് അവരുടെ ലക്ഷ്യം. പക്ഷെ ഖമേനി പോയി കഴിഞ്ഞിട്ട് ഇനി പുതിയൊരു ഭരണാധികാരി കൊണ്ടുവരിക എന്നുള്ളത്. പക്ഷെ അതിനും ഒരു ഭരണാധികാരി ഇല്ലല്ലോ, പറയാനായിട്ട് ഒരാൾ വെക്കണ്ടേ. ഇപ്പൊ ഒരാൾ പോയാൽ ഒരാൾ ഇല്ല എന്നുള്ളതാണ്. അതിലും ട്രംപ് സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. ഈ പറയുന്ന പഹലിയാനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ശരിയാകുമോ, അദ്ദേഹത്തിന് പിന്തുണ കിട്ടുമോ എന്നൊക്കെ ട്രംപ് ചോദിക്കുന്നുമുണ്ട്. അപ്പൊ അതവിടെ നിൽക്കുന്നത്. അപ്പം ഏത് നിമിഷവും ഇറാനിൽ അമേരിക്ക ഒരു പണി നടത്താനുള്ള സാധ്യതയുണ്ട്. ഇറാനിലല്ല, ഈ ഖമേനിക്കെതിരെയോ ഇല്ലെങ്കിൽ ഖമേനിയുടെ തന്ത്രപ്രധാന മേഖലയിലോ ഒരു പണി നടത്താൻ സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ ഈ തെരുവിലിറങ്ങിയവരൊക്കെ ഇപ്പൊ അമേരിക്കക്കെതിരെ തിരിഞ്ഞിരിക്കുക. ചുമ്മാതിരുന്ന ഞങ്ങളെ തെരുവിലിറക്കി പണിമേടിച്ച് തന്നു അമേരിക്ക എന്ന രീതിയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ ഈ പ്രക്ഷോഭകാരികളുടെ ഭാഗത്തു നിന്നുണ്ടായി. നിങ്ങൾ ഈ ഇപ്പൊ സഹായിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോയത്, ഇപ്പൊ അവരെല്ലാം ഞങ്ങളെ പിടിച്ച് ജയിലിലിടുന്നു, തൂക്കിക്കൊല്ലാനുള്ള പരിപാടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവര് പറയുന്നത്. ഭയങ്കര ക്രൂരമായ ശിക്ഷയുമാണ് ഇറാൻ നൽകുന്നത്. സ്വാഭാവികമാണ്, ആ രാജ്യത്ത് പ്രക്ഷോഭം നടത്തുമ്പോൾ ഭരണകൂടം ചെയ്യുന്ന ഒരു കാര്യമാണ്. അതെന്തെങ്കിലും അത് അവരുടെ ആഭ്യന്തര വിഷയം, അതെന്തെങ്കിലും ആകട്ടെ. അപ്പോൾ മിഡിൽ ഈസ്റ്റില് ഇങ്ങനെ ഒരു നീക്കം അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് നടത്തിയാൽ പുറമേ നോക്കുമ്പോൾ നമ്മൾ വരും ഖമേനിയെ തട്ടുകയാണല്ലോ എന്ന് നമ്മൾ തോന്നും. പക്ഷെ ഖമേനിയെ തട്ടുക എന്നുള്ളതല്ല, പക്ഷെ അതിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതം ഗുരുതരം തന്നെയാണ്. കാരണം നമ്മൾ മുമ്പും പറഞ്ഞു, ഇറാൻ ഒരു ചെറിയ രാജ്യമല്ല. അവരുടെ കയ്യിലുള്ള വെപ്പൺസ് കൊണ്ട് അവർക്ക് അമേരിക്കയെ ചിലപ്പോൾ അടിച്ചിടാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ ഇസ്രയേൽ വരെ എത്തും പറ്റുന്ന ഒരു മിസൈൽ അവർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ തൊട്ടടുത്ത് കിടക്കുന്ന മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ നിഷ്പ്രയാസം അടിക്കാൻ പറ്റും അവർക്ക്. അവരത് ചെയ്യുകയും ചെയ്യും. അത് മൊത്തത്തിൽ അതായത് ഞാൻ പെട്ടു, നിങ്ങളെല്ലാം കൂടെ വന്ന് പെടൂ എന്നാണ് അവരുടെ പോളിസി. ഇത് അവർ ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെ ഒരു സാധ്യത നിലനിൽക്കുന്നു. ഇതിനിടയിൽ തന്നെ ഈ പറയുന്ന ഈ GCC രാജ്യങ്ങളുടെ ഇടയിലുള്ള UAEയും സൗദിയും ഇപ്പോൾ ബദ്ധശത്രുക്കളാണ്. സംഘർഷത്തിന്റെ വക്കല്ല, സംഘർഷത്തിലേക്ക് എത്തി. അവസാനം സിറിയയിൽ നിന്ന് അടക്കം ഈ UAE അവരുടെ സൈനികരെ തിരിച്ചു വിളിക്കേണ്ട ഒരു സാഹചര്യം വന്നു, ഉടക്കി നിൽക്കുന്നു. ഈ UAEയുടെ ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ഈ പാകിസ്ഥാനുമായി സൗദി കൂടുതൽ അടുക്കുകയും ഒരു ആണവ രാഷ്ട്രമായ പാകിസ്ഥാനെ ചേർത്ത് നിർത്തിക്കൊണ്ട് അറബ് നാറ്റോ രൂപീകരിക്കുകയും ചെയ്യുന്നത്. കാരണം രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ആണവ രാജ്യമാണല്ലോ പാകിസ്ഥാൻ. UAE വരുമ്പോൾ UAE ഇതിന് തൊട്ടു പിന്നാലെ ചെയ്തത് എന്താണ്? അവർ പാകിസ്ഥാനോട് പറഞ്ഞു, ഞങ്ങളുടെ വാങ്ങിയ പണം എത്രയും പെട്ടെന്ന് തിരിച്ചു തരും. കടം വാങ്ങിക്കൊണ്ടാണ് പാകിസ്ഥാൻ കടം വാങ്ങാത്ത രാജ്യം ഇന്ത്യ ഒഴിച്ച് ബാക്കി എല്ലായിടത്തുനിന്നും വാങ്ങിയിട്ടുണ്ട്. അപ്പം ഈ ഞങ്ങളുടെ വാങ്ങിച്ച പൈസ തിരിച്ചു തരൂ, എത്രയും പെട്ടെന്ന് തിരിച്ചു തരണം, ഇല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ടുള്ള കരാർ അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ മുമ്പോട്ട് പോകണം എന്ന് പറയുകയും കൂടി ചെയ്തു. അപ്പൊ പാകിസ്ഥാൻ അക്ഷരാർത്ഥത്തിൽ പെട്ടുപോയി. കാരണം അവിടുന്നും വാങ്ങിയിട്ടുണ്ട്, ഇവിടുന്നും വാങ്ങിയിട്ട് പാകിസ്ഥാൻ എന്നത് അറിയത്തില്ല ഏതൊക്കെ രാജ്യങ്ങളുടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടെന്ന്. ആ പരുവത്തിൽ അവർ നിൽക്കുന്നു. അതായത് കൃത്യമായ ഒരു സ്റ്റാൻഡ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് UAE പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് എത്തുന്നത്. അല്ല പോളണ്ടിന്റെ ഉപപ്രധാനമന്ത്രി എത്തുന്ന കണക്കല്ല. പോളണ്ടിന്റെ ഉപപ്രധാനമന്ത്രി എത്തുന്നത് പാകിസ്ഥാനിക്ക് ജയ്, പാകിസ്ഥാൻ പറയുന്നത് ശരിയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ എത്തുന്നത്. UAE പ്രധാനമന്ത്രി പാകിസ്ഥാനോട് പറഞ്ഞ് വാങ്ങിച്ച പൈസയൊക്കെ വെച്ചിട്ട് പോടെ എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ എത്തുന്നത്. കാരണം അത് സൗദിയുമായിട്ടുള്ള ഇതുണ്ട്. ഇവിടെ കഴിഞ്ഞ കുറെ നാളുകളായി, ഇപ്പം നമ്മൾ 2022 ശേഷം റഷ്യയുമായിട്ടാണ് നമ്മൾ എണ്ണ വ്യാപാരം നടക്കുന്നത്. ആ എണ്ണ വ്യാപാരം നടക്കുന്നത് ഡോളറിൽ തന്നെ ആയിരുന്നു എണ്ണ വ്യാപാരം നടന്നത്. അത് കൺവെർട്ട് ചെയ്ത് എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ UAE ഇന്ത്യ രൂപ എത്തിക്കുകയും UAE ബാങ്കുകൾ വഴിയാണ് നമ്മൾ റഷ്യക്ക് ഈ പണം എത്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ ഉപരോധം വന്നപ്പോൾ അത്തരം ബാങ്കുകൾക്ക് ചെയ്യാൻ കഴിയാതെ വന്നപ്പോഴാണ് ഇന്ത്യയും റഷ്യയും തമ്മിൽ റൂബിൾ രൂപ കച്ചവടം ചെയ്യാനായിട്ട് രണ്ട് രാജ്യങ്ങളുടെയും ബാങ്കുകൾ അതിന്റെ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തു. അപ്പൊ നമുക്ക് വളരെ ഡീലിങ്സ് ഉള്ള ഒരു രാജ്യമാണ്, നമ്മളുമായി വളരെ അടുത്ത് നിൽക്കുന്ന ഒരു രാജ്യം. നമ്മൾ അവിടുന്ന് എണ്ണ വാങ്ങുന്നുണ്ട്, എല്ലാ രാജ്യത്തു നിന്നും വാങ്ങുന്ന പോലെ അവിടുന്ന് ഒക്കെ വാങ്ങുന്നു. ഡീലിങ്സ് ഉള്ള ഒരു രാജ്യമാണ്. നമ്മളെ സംബന്ധിച്ച് മിഡിൽ ഈസ്റ്റിലെ എല്ലാ രാജ്യങ്ങളുമായി നമ്മൾ അത്യാവശ്യം നല്ല ബന്ധത്തിലുമാണ്. ഇപ്പൊ UAE വരുന്നു എന്ന് പറയുമ്പോൾ അതിൽ വ്യക്തമാകുന്ന ഒരു കാര്യം, ഈ ലോകത്ത് വിരലെണ്ണാവുന്ന ആണവ ആയുധങ്ങളുള്ള രാജ്യമേ ഉള്ളൂ, അതിലൊന്ന് ഇന്ത്യയാണ്. UAE സംബന്ധിച്ച് ഇപ്പോൾ ചൈനയുമായിട്ട് അവർക്കൊരു വലിയ ബന്ധം സ്ഥാപിക്കാൻ കഴിയില്ല. ചൈനയുമായിട്ട് ഒരു രാജ്യവും വലിയ ബന്ധം സ്ഥാപിക്കുകയുമില്ല. കാരണം അവരൊരു ചതിയന്മാരാണ് എന്നൊരു കേട്ടത്തില്ലെന്ന് മാത്രമല്ല, ഒരു ചതിയന്മാരാണെന്നൊരു മൊത്തത്തിൽ ഒരു ഇതുണ്ട്. കാരണം UAE അങ്ങോട്ട് ചെല്ലുന്നത് അവർക്ക് എന്തെങ്കിലും സഹായം കിട്ടുമെന്ന് കരുതി. പക്ഷെ ചൈന അവരെ കാണുന്നത്
അടപടലും UAE എങ്ങനെ ചൈനയുടെ പ്രവിശ്യയാക്കാന്നാണ് അവർ ചിന്തിക്കുന്നത്. കാരണം അല്ല, കച്ചവടം ഈ മുതൽ അവിടെ ഇന്ത്യക്ക് കൊണ്ടിറക്കുക. വേറൊരു ഗുണം കൂടെ ഉണ്ട് ബിച്ചേട്ടാ. അതായത് ലോകത്തിലുള്ള എല്ലാ ആണവ രാജ്യങ്ങളിലും വെച്ച് ഏറ്റവും കൂടുതൽ വിശ്വസിക്കാവുന്ന ആണവ രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയാണ്. ഇന്ത്യ നമുക്ക് കൊടുക്കാം, ഇന്ത്യ ചതിക്കില്ല. പിന്നെ ഇന്ത്യ എന്ത് ആവശ്യം വന്നാലും കൂടെ നിൽക്കുകയും ചെയ്യും. രണ്ടാമത്തെ കാര്യം, ഇന്ത്യയുടെ ആണവ ഊർജം അല്ലെങ്കിൽ ആണവ ആയുധം എന്ന് പറയുന്നത് ആരുടെ ഔദാര്യമല്ല. ഈ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങൾക്കും ആണവായുധങ്ങൾ കൊടുത്തിരിക്കുന്നത് ആരാണ്? അമേരിക്കയാണ്. അമേരിക്കയുടെ പോയി കാല് പിടിച്ചും പിണിയാളായി നിന്നുമാണ് ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും ആണവായുധം ഉൽപ്പാദിപ്പിച്ചെടുത്തിരിക്കുന്നത്, റഷ്യ ഒഴിച്ച്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഒറ്റയ്ക്ക് നിന്നാണ് അമേരിക്കയുടെ ഉപരോധം ഉണ്ടായിട്ടും ആണവ പരീക്ഷണം നടത്തി അമേരിക്കയുടെ ഉപരോധത്തെ മറികടന്ന് മുന്നിലേക്ക് വന്നത്. നമ്മുടെ വാജ്പേയിയുടെ കാലത്ത് അബ്ദുൾ കലാമിന്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ അന്ന് ആണവ പരീക്ഷണം നടത്തിയത്. അപ്പോൾ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആണവ രാജ്യം എന്ന് നമ്മൾ പറയുമ്പോൾ അതിന്റെ ഒരു വീര്യം കൂടും. ബാക്കിയുള്ള രാജ്യങ്ങളെ പോലെയാണ്, നമുക്ക് പണി അറിയാമെന്ന് ലോക രാജ്യങ്ങൾക്ക് അറിയാം. അതായത് സാങ്കേതിക വിദ്യ ആരും നമ്മൾ സ്വീകരിച്ചിട്ടില്ല. ഇനി വലിയൊരു രസമുണ്ട് കേട്ടോ ഇതിന്റെ ഇടയ്ക്ക്. ഈ ഇറാൻ ഈ ആണവ ആയുധങ്ങളൊക്കെ ഇപ്പൊ ശരിയാക്കുന്നുണ്ടല്ലോ. ഇതിന്റെ ടെക്നോളജി കൊടുത്ത ആരാ? അത് ഈ ഇസ്രയേലും അമേരിക്കയും കൂടെ ഒക്കെയാണ്. ഇസ്രയേലാണ് ഇവർക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു കൊടുത്തത്. അന്ന് ഇവർ ഭയങ്കര ദോസ്തായിരുന്നു, അന്ന് സ്നേഹിതന്മാരായിരുന്നു. അതുകൊണ്ടാണ് ഇസ്രയേൽ പറയുന്നത് ഇവന്മാർ ഉണ്ടാക്കും, ഇവന്മാർ ഇത് പണിയും, ഇവന്മാർ ഇത് കൃത്യമായിട്ട് അവർ പറയാൻ കാരണം എന്ന് വെച്ചാൽ അവർ ഇതിന്റെ എല്ലാ പണി എല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളവന്മാരാ. അപ്പൊ അവർക്കറിയാം. പക്ഷെ ഇന്ത്യ മാത്രം ഒരു രാജ്യത്തിന്റെ കയ്യിൽ നിന്നുമല്ല നമ്മൾ ഇത് വാങ്ങിയത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനകത്ത് എന്താണ് ടെക്നോളജി വരുത്തിയിരിക്കുന്നതെന്നോ, ഇനി കഴിഞ്ഞ കുറച്ചാൾക്ക് മുമ്പ് ഒരു വാർത്ത വന്നിരുന്നു, അത് ശരിയാണോ അല്ലയോ എന്നറിയാം. ഇന്ത്യയുടെ ഇരിക്കുന്ന സാധാരണ ആണവായുധമല്ല, അതിനപ്പുറത്തേക്ക് ഒരു ഹൈഡ്രജൻ ബോംബാണ് ഇന്ത്യ ഡെവലപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നൊരു വാർത്ത വന്നു. കാരണം എന്താ അതിന് കാര്യം എന്നറിയോ? അതങ്ങനെ പറയാൻ കാരണം ധനുഷി പറഞ്ഞതാ. എന്താണ് നമ്മുടെ സാങ്കേതിക വിദ്യ എന്ന് ആർക്കും അറിയില്ല. അമേരിക്ക തന്നെയാണെങ്കിലല്ലേ അമേരിക്കയ്ക്ക് അറിയാൻ കഴിയൂ ഞങ്ങൾ ഈ സാധനം ഇത് എന്താണെന്ന് അറിയില്ല. അതുകൊണ്ടാണ് ചില മാധ്യമങ്ങൾ പറയുന്നത് ഇന്ത്യയുടെ ഇരിക്കുന്ന ആണവായുധമല്ല, അതുക്കും മേലെ ഹൈഡ്രജൻ ഇതാണ് ഇരിക്കുന്നത്. അവർ ഈ ആണവ ആയുധം എന്ന് പറയുന്നത് ഇതായിരിക്കാം അവരുടെ കയ്യിൽ ഇരിക്കുന്നത്. കാരണം സാങ്കേതിക വിദ്യ ആർക്കും അറിയില്ല. അത് ഇന്ത്യക്ക് മാത്രം അറിയാവുന്നില്ലെങ്കിൽ അബ്ദുൽ കലാമിന് മാത്രം അറിയാവുന്നില്ലെങ്കിൽ അങ്ങനെ ഒരു ശാസ്ത്രജ്ഞന്മാർക്ക് മാത്രം അറിയാവുന്നത് കൊണ്ടാണ് അങ്ങനെ. അത് സ്പെക്കുലേഷൻ ആണ്, അറിയില്ല. അതിനെക്കുറിച്ച് സ്ഥിരീകരണം ഒന്നും പറയില്ല. തന്നെ ഈ ആണവായുധത്തെ കുറിച്ച് ഏത് രാജ്യമാണ് സ്ഥിരീകരണം നൽകുന്നത് ഞങ്ങളുടെ ഇത്ര ആയുധം ഉണ്ടെന്ന്? പിന്നെ ഈ ഡിഫൻസ് സൈറ്റുകളെല്ലാം കൂടെ ഒരു ഏകദേശം കണക്കെടുത്തിട്ട് ഇത്ര ആണവ പോർമുനയുണ്ട്, ഇത്ര ആണവ പോർമുനയുണ്ട് എന്ന് പറയും. നമ്മൾ ഈ പുറത്തുനിന്ന് വാങ്ങുന്ന വിമാനം ഇന്ത്യയൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആയുധം പുറത്തുനിന്ന് വാങ്ങുന്ന ആയുധത്തിന് കണക്കാണ് എല്ലാവരും കേൾക്കുന്നത്. ഇപ്പൊ ഈ റഷ്യയുടെ മറ്റും വാങ്ങുന്നത് ആ ആയുധം തന്നെ ഇവിടെ വന്ന് മോഡിഫൈ ചെയ്യുന്നത്, ആ ആയുധം ഇവിടെ നിർമ്മിക്കുന്നതിന്റെ കണക്ക് കിട്ടാറില്ല. ഇപ്പോ 100 മിസൈൽ ഇസ്രയേലിലേക്ക് വാങ്ങുന്നു എന്ന് പറയുമ്പോൾ അത് ഇവിടെ കൊണ്ടുവന്ന് അത് 2-3 ഇരട്ടി ആകുന്നത് ആരും അറിയുന്നില്ല. ഇവിടെ തന്നെ അതിന്റെ നിർമ്മാണം നടക്കുന്നതും ഇവിടെ അത് പിന്നെ കൂടിക്കൊണ്ടിരിക്കുന്നതൊക്കെ. അമേരിക്കയുടെ ന്യൂക്ലിയർ ക്ലബ് ഉണ്ടല്ലോ, അവർ ഈ ആണവായുധങ്ങളുള്ള രാജ്യങ്ങളിലെല്ലാം ഇൻസ്പെക്ഷന് വരും. ഓരോ നാൾക്കാൾ കൂടുതൽ ഇൻസ്പെക്ഷന് വന്നിട്ട് ഇത്ര ആണവായുധം ഉണ്ട് എന്ന് അവർ ഇൻസ്പെക്ട് ചെയ്തുകൊണ്ട് പോകും. സംഭവം എന്ന് പറഞ്ഞാൽ ആണവ ആയുധത്തിന്റെ സംഭവമല്ല, ഇത് ആണവായുധത്തിന്റെ സാങ്കേതിക വിദ്യയാണ് വില. അത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എത്ര ആയുധം വേണമെങ്കിൽ ഉത്പാദിപ്പിക്കാം. അമേരിക്ക വരുമ്പോൾ 10 എടുത്ത് വെച്ചിട്ട് ഇത്രയേ ഉള്ളൂ എന്ന് നമുക്ക് പറഞ്ഞാൽ മതി. നമ്മളിവിടെ ഉത്പാദിപ്പിച്ചുകൊണ്ടേ ഇരിക്കും ആണവായുധം. അതാണ് സെറ്റപ്പ്. ഇല്ല, നമ്മളതിൽ ഒപ്പിട്ടിട്ടില്ലല്ലോ. അതല്ലേ കലിപ്പ്. പണ്ട് തൊട്ട് ഒപ്പിട്ടിട്ടില്ലല്ലോ അതില്. നമ്മൾ ഒപ്പിട്ടിട്ടില്ല. അതാണ് ഇവരുടെ ഒരു കലിപ്പ്. അതിൽ ഒപ്പിടണം. എന്നിട്ട് വേണം ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് ഇൻസ്പെക്ഷൻ നടത്താൻ. മറ്റേ ഇറാനിലൊക്കെ കയറുന്ന ഇറങ്ങുന്നതൊക്കെ ഇവിടെ വരണം. നമ്മൾ പറഞ്ഞു പോയി പണി വെക്കാൻ പറഞ്ഞ് അങ്ങനത്തെ ഒരു സംഭവം ഇല്ല നമുക്ക്. കാരണം നമ്മുടെ പോളിസി, നമ്മുടെ ആണവ പരീക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ ആവശ്യത്തിന്, ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട്, അതായത് നമ്മുടെ ഊർജ്ജത്തിന് വേണ്ടിയിട്ടാണ്. നമ്മൾ എപ്പോഴും പറയും ആണവ ഊർജ്ജത്തിന് വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഇത് നോക്കുക. പിന്നെ ഇത് ആയുധമാക്കാൻ പറ്റും, ഞങ്ങൾ ആയുധമാക്കും എന്നുള്ള ഒരു കാര്യം. അതിനകത്ത് നമ്മളത് ഒരാളെ ആക്രമിക്കാനല്ല, നമ്മൾ സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. ഇവിടെ കൃത്യമായി തന്നെ ഒരു മെസ്സേജ് ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് മുമ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ പിണക്കാൻ തയ്യാറായിരുന്നില്ല ധനുഷ്. നമ്മൾ ഒരു രാജ്യത്തെ പിണക്കാൻ തയ്യാറ്. എല്ലാ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെ മുമ്പിലും നമ്മൾ കുമ്പിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയിൽ. കാരണം നമുക്ക് അവിടുത്തെ എണ്ണ അനിവാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നിപ്പോ നമുക്ക് അവിടുത്തെ എണ്ണ ഒരു അനിവാര്യ ഘടകമല്ല. അത് റഷ്യയെ കണ്ടിട്ട് പറയുന്നതല്ല. ഏതാണ്ട് 40-42 രാജ്യങ്ങളിൽ നിന്ന് ഇപ്പൊ ഇന്ത്യ എണ്ണ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ഇപ്പൊ നാളെ സൗദി എണ്ണ തരത്തില്ലെന്ന് പറഞ്ഞാലും നമ്മളെ സംബന്ധിച്ചാൽ നമുക്ക് ഒരു വലിയ ക്ഷീണം തട്ടാനുള്ള സാധ്യതകൾ മറ്റൊന്നുമില്ല. നമ്മളുടെ ഇപ്പോഴത്തെ പോളിസി അനുസരിച്ചാണെങ്കിൽ ചിലപ്പോൾ ഇറാനിൽ നമ്മൾ വാങ്ങിയെന്നിരിക്കാം, ഇല്ലെങ്കിൽ പിന്നെ എന്താണ് ഈ നൈജീരിയ എന്ന് വാങ്ങിയെന്നിരിക്കാം. അങ്ങനെ എവിടുന്നെങ്കിലും നമ്മൾ വില കുറച്ച് കിട്ടുന്ന എവിടെ നിലക്ക് വാങ്ങിയെന്നിരിക്കാം. അപ്പൊ അതുകൊണ്ട് ഇന്നിപ്പോ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെ ഇതിൽ നമ്മൾ പിന്നെ നമ്മുടെ
നമുക്ക് വലിയ ഇൻകം തരുന്ന രാജ്യങ്ങൾ തന്നെയാണ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ. ഇല്ല എന്നല്ല, പ്രവാസികളുടെ ഒരു ഇൻകം വലുതായിട്ട് വരുന്നുണ്ട്. ഒപ്പം തന്നെ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ഒരുപാട് ആ രാജ്യത്ത് ഉണ്ട്. അങ്ങനെ ഒരുപാട് നല്ല ബന്ധങ്ങൾ സൂക്ഷിച്ചു പോകുന്ന ഒരു രാജ്യമാണ്. പക്ഷെ ആ ബന്ധങ്ങൾ സൂക്ഷിക്കുന്നതോടൊപ്പം തന്നെ ഇന്ത്യക്ക് ഇന്ത്യയുടേതായ ഒരു നിലപാടുണ്ടെന്നുള്ളതാണ് ഇന്നലെ UAE ഭരണാധികാരി വന്നപ്പോൾ തെളിയിച്ചു കൊടുത്തിരിക്കുന്നത്. ആണവ സാങ്കേതിക വിദ്യയിൽ ഉൾപ്പെടെ നമ്മൾ കരാർ ഒപ്പിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒപ്പം നിൽക്കുകയും ഒരു രാജ്യം ഞങ്ങളോടൊപ്പം ഒരു സഹായം അഭ്യർത്ഥിച്ച് വന്നാൽ ഞങ്ങൾ അത് ചെയ്യും എന്ന് തന്നെയാണ് ലോകത്തിന് മുമ്പിൽ ഇന്ത്യ കാണിച്ചു കൊടുത്തിരിക്കുന്നത്. അതിപ്പോ നിങ്ങളോട് ഞങ്ങൾക്ക് സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷെ ഞങ്ങളുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന ഒരാൾക്ക്, ഇപ്പൊ സൗദി എന്ന് പറയുന്നത് ഇന്ത്യക്കൊപ്പം കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു രാജ്യമൊന്നുമല്ല. അമേരിക്കയുടെ ഒരു സഖ്യകക്ഷി രാജ്യമാണ്. അവർക്ക് അവരുടേതായ നിലപാടുണ്ട്. തുർക്കിയുമായി ചേർന്നിട്ട് അറബ് നാറ്റോ രൂപീകരിക്കുന്നു. ആ മേഖലയിൽ അവർ പവർ എടുക്കുന്നു. അത് പക്ഷേ ഇന്ത്യയോടുള്ള വിരോധം കൊണ്ടല്ല അവരത് ചെയ്യുന്നത്. അവർക്ക് അവരുടേതായ ചില പൊളിറ്റിക്സ് ഉണ്ട്, UAE-യുമായിട്ടുള്ള എതിർപ്പുകളുണ്ട്, അതുപോലെ തന്നെ ഇറാനുമായിട്ട് അവർക്ക് ശത്രുതയുണ്ട്. അങ്ങനെ അവർക്ക് അവരുടെ ഓരോരുത്തരുടേതായ പ്രശ്നങ്ങളുണ്ടല്ലോ. പക്ഷെ UAE സംബന്ധിച്ച് ഇന്ത്യയുമായി ചേർന്ന് നിൽക്കുന്ന രാജ്യം, അപ്പൊ അവർക്കത് നൽകുന്ന തെറ്റൊന്നും ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞതാണ്, ആ ഒരു കരാറിൽ ആകെ പുതുമയുള്ളൊരു കാര്യം ഇത് മാത്രമേ ഉള്ളൂ, ഈ പറയുന്ന ഈ ആണവ. പക്ഷെ അതൊരു വലിയ വാർത്ത തന്നെയാണ്. അതായത് കൃത്യമായി തന്നെ ഒരു മെസ്സേജ് ആണ് കൊടുക്കുന്നത്. ഈ ഏഷ്യയിൽ ഇന്ത്യയും ഒരു പവർ ആണ് എന്ന് ലോകത്തിന് മുമ്പിൽ കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ മെസ്സേജാണ് ഇന്നലെ 2 മണിക്കൂറിനുള്ളിൽ ഇവിടെ നടന്നത്. കാരണം ഒരു രാജ്യത്തിന്, മിഡിൽ ഈസ്റ്റിലെ ഒരു രാജ്യത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നിങ്ങൾക്ക് ആണവ സാങ്കേതിക വിദ്യകൾ നൽകാം എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? അത് എല്ലാ തരത്തിലുള്ള സാങ്കേതിക വിദ്യയാണ്. എല്ലാവരും പറയുന്നത് ഞങ്ങൾ ഊർജ്ജ ആവശ്യത്തിനാണല്ലോ ഈ ആണവം, എല്ലാ രാജ്യങ്ങളും അങ്ങനെയല്ല പറയുന്നത്. ഞങ്ങളുടെ രാജ്യത്തെ ഊർജ്ജ ആവശ്യങ്ങൾക്കാണ് ഇത് പണിയുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു ടെക്നോളജി ഒപ്പിടുക എന്ന് പറയുമ്പോൾ അത് അറബ് നാറ്റോ, പ്രത്യേകിച്ച് ഈ പാകിസ്ഥാനും സൗദി അറേബ്യയും ഒപ്പിട്ട ആ കരാറിനോളം തന്നെ തലപ്പൊക്കമുള്ള കരാറാണ്. അതിൽ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് അവർ പറയുന്നുണ്ട് ആണവ ആയുധങ്ങളെ കുറിച്ചെങ്കിലെങ്കിൽ ഇവിടെ ആണവ ആയുധങ്ങളെ കുറിച്ചല്ല പറയുന്നത്, ആണവ സാങ്കേതിക വിദ്യയെ കുറിച്ചാണ് പറയുന്നത്. ഇന്ത്യ കണക്കൊരു രാജ്യത്തിന് അത്തരത്തിലുള്ള സാങ്കേതിക വിദ്യകൾ അവർക്ക് നൽകുകയോ ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള സാങ്കേതിക വിദ്യകളിലൂടെയുള്ള ആയുധങ്ങൾ നൽകുകയോ ചെയ്തു കഴിഞ്ഞാൽ, കാരണം ബ്രഹ്മോസും ഒക്കെ മറ്റുള്ള ആയുധങ്ങളും ഒക്കെ വാങ്ങാൻ UAE ഒരു കരാറിന് തയ്യാറെടുക്കുന്നു എന്നൊരു വാർത്തയും ഇതിനോടൊപ്പം വരുന്നുണ്ട്. അപ്പോൾ അത് ഒരു സഹകരണം വന്നാൽ ഈ ഏഷ്യ, സെൻട്രൽ ഏഷ്യ ആ ഒരു ഗെയിമിൽ ചൈനയ്ക്കും റഷ്യക്കും പിന്നാലെ ഇന്ത്യ കൂടെ കളത്തിൽ ഇറങ്ങുന്നു. അതായത് മിഡിൽ ഈസ്റ്റിലാണെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ, എവിടെയാണെങ്കിലും എവിടെ കൂടെ നിൽക്കുന്നവനോടൊപ്പം ചേർന്ന് നിൽക്കും, ശത്രുതായിട്ട് നിൽക്കുന്നതിനോട് ശത്രുതായിട്ട് നിൽക്കും. ഏതായാലും പോളണ്ടിന്റെ ഉപപ്രധാനമന്ത്രി വന്നിട്ട് കിട്ടിയ പണി ഇങ്ങനെയാണ്. ഏതായാലും വലിയ വാർത്ത തന്നെയാണ്, ഗംഭീര വാർത്തയാണ്. അതായത് അറബി നാറ്റോയ്ക്ക് ബദലൊരുക്കിക്കൊണ്ട് ഇന്ത്യയും UAE നടത്തുന്ന ഒരു നീക്കം തന്നെ. അവരുടെ തട്ടകത്തിലല്ലേ മിഡിൽ ഈസ്റ്റിൽ, അവരുടെ തട്ടകമാണ് UAE എന്ന് പറയുമ്പോൾ. അവരുടെ തട്ടകത്തിൽ തന്നെയാണ് നമ്മൾ കയറി കയറാം. എല്ലാവരും ചോദിച്ചില്ലേ, പാകിസ്ഥാനും സൗദിയും കൂടെ പോയി ഇപ്പൊ അങ്ങോട്ട് കയറി പരിപാടി നടത്തുമെന്ന് പറഞ്ഞു. നിങ്ങൾ കാരണം എന്ന് വെച്ചു, കാരണം നമ്മുടെ കയ്യിലുള്ളത് ഈ അഫ്ഗാനിസ്ഥാനാണ്, പാവം പിടിച്ചവന്മാരാണ്. പിന്നുള്ളത് ഇറാനാണ്. അവന്മാരെയും പ്രശ്നങ്ങളൊക്കെയാണ്. ഇപ്പൊ ഇവന്മാര് നമ്മുടെ അടുത്ത ആൾക്കാരൊക്കെ തന്നെയാണെങ്കിൽ നമുക്ക് ഒരു സ്പേസ് എന്ന് പറയാൻ കഴിയില്ല. കാരണം ആ രാജ്യം മൊത്തത്തിൽ തകർന്ന് തരിപ്പണമായി നിൽക്കുന്നിടത്തൊന്നും നമുക്കൊരു വലിയ രീതിയിലുള്ള സ്പേസ് ഉണ്ടാകും. പക്ഷെ ഇത് വളരെയധികം ഉയർന്നു നിൽക്കുന്ന ഒരു രാജ്യമാണ് UAE. കാരണം സാങ്കേതിക വിദ്യയിലായാലും മറ്റു കാര്യങ്ങളിലായാലും വ്യവസായിക അടിസ്ഥാനത്തിലായാലും ഒക്കെ ഉയർന്നു നിൽക്കുന്ന രാജ്യമാണ്. ആ രാജ്യത്തെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പോകുന്നു എന്ന് പറയുമ്പോൾ ഇനി ഇതിനകത്ത് ഇനിയും വരും. ഇനിയും അധികം വൈകാതെ ഈ പറയുന്ന പശ്ചിമേഷ്യ, മിഡിൽ ഈസ്റ്റിലുള്ള ഏതെങ്കിലും ഒരു അറബ് കൺട്രീസ് ഇന്ത്യക്കൊപ്പം ചേരാനുള്ള ഇന്ത്യക്കൊപ്പം ചേരുക എന്നല്ല ഞാൻ പറയുന്നത്, സഖ്യമൊന്നുമല്ല ഞാൻ ഈ പറയുന്നത്, ഇതുപോലുള്ള ഒരു അടുപ്പം സൂക്ഷിക്കാനുള്ള സാധ്യത ഇനിയും വരും. കാരണം എന്താണെന്ന് അറിയാം, ഈ അമേരിക്കയോട് വലിയ രീതിയിൽ തന്നെ കലിപ്പുള്ളവരാണ് പ്രത്യേകിച്ച് ഈ മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളൊക്കെ. ഈ അമേരിക്ക കാലങ്ങളായിട്ട് ഞങ്ങളെ പിഴിയുകയാണെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ അവർക്ക് എന്താണ് ചേർത്ത് പിടിക്കാൻ പറ്റുന്ന ഒരു കരുത്തൻ, അവരെ സംബന്ധിച്ച് കരുത്തൻ അവർക്ക് പണത്തിന്റെ ആവശ്യമില്ല. അവരെ സംബന്ധിച്ച് കരുത്തൻ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ കരുത്തുള്ള ഒരു രാജ്യമാണ്. ഇവിടെ ഈ ഒരു മേഖലയിലെ മത്സരത്തിന് വേണ്ടിയിട്ടാണ് ഇറാന് സപ്പോർട്ട് കൊടുത്തുകൊണ്ട് റഷ്യയും ചൈനയും ഇറങ്ങുന്നത്. ഇന്ത്യയും അതിനൊപ്പം നിൽക്കുന്നതിന് കാര്യം എന്താണെന്ന് അറിയാം. ഇറാനെ സപ്പോർട്ട് ചെയ്യുന്നതിലൂടെ 2 കാര്യങ്ങൾ. ഒന്ന്, ഇറാനെ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് ആ രാജ്യം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നു. രണ്ടാമത്തെ കാര്യം, ഇവിടെ ഞങ്ങളൊക്കെ ഉണ്ടട എന്ന് പറയാൻ ഒരു സംഭവം വേണ്ടേ, അതിന് തെളിയിക്കാൻ പറ്റുന്ന ഒരു മേഖല കൂടിയാണ് ഇറാൻ. അതാണ് നമ്മൾ കാരണം ആ ഇറാൻ തകർന്ന എല്ലാം തീർന്നു. കാരണം ഖമേനി പോകുമോ ഇല്ലയോ എന്നുള്ളതൊരു വലിയ പ്രാധാന്യമുള്ളൊരു ക്വസ്റ്റ്യൻ അല്ല. കാരണം ഖമേനി എങ്ങനെയാ വന്നത് അവിടെ? പുള്ളി നമുക്ക് വിപ്ലവം നടത്തി വന്ന ആളായിരുന്നു 1971. അപ്പൊ ഇവിടെ ഇപ്പൊ ഞാൻ ചോദിച്ചിട്ട്, ഇപ്പൊ ഈ രാജ്യത്ത് BJP പോയിട്ട് കോൺഗ്രസ് വരുന്നു, കമ്മ്യൂണിസ്റ്റ് വരുന്നു, JDU വരുന്നു, ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും BSP വരുന്നു എന്ന് പറയുന്നതിനകത്ത് പ്രാധാന്യമില്ലല്ലോ. അതല്ലല്ലോ നമുക്ക് വേണ്ടി ഈ രാജ്യം നിലനിൽക്കണം എന്നുള്ള രീതിയിലാണല്ലോ നമ്മൾ പറയുന്നത്. നമ്മുടെ കൺസെപ്റ്റ് അങ്ങനെയാണ് ഇറാനെ കുറിച്ച് നമ്മൾ പറയുന്നത്. ആ രാജ്യം നിലനിൽക്കണം, ഭരണം മാറുകയോ മാറാതിരിക്കുകയോ ഒക്കെ അത് അവിടുത്തെ ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് എന്ത് വേണം എന്നുള്ളത്. ഇതാണ് UAE-യുടെ പ്രാധാന്യം. കേവലം 2 മണിക്കൂർ കൊണ്ട് ഈ ലോകത്തിന് കൊടുത്ത ഗംഭീര മെസ്സേജാണ്. അറബ് നാറ്റോയ്ക്ക് അപ്പുറത്തേക്ക് ഞങ്ങൾക്കും ഒരു
ആണവ രാജ്യവുമായിട്ട് അടുത്ത ബന്ധമുണ്ട് എന്ന് മാത്രമല്ല ആണവ സാങ്കേതിക വിദ്യയിൽ അവരോടൊപ്പം ചേർന്ന് നിൽക്കുകയാണ്. അതുകൊണ്ട് പേടിപ്പിക്കാൻ വരണ്ട എന്നൊരു ക്ലിയർ മെസ്സേജ്. പിന്നെ റഷ്യയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു രാജ്യം കൂടിയാണ് UAE. ഈ UAE ശരിക്കും പറഞ്ഞാൽ പലപ്പോഴും ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ബാക്ക്ഡോർ സംഭാഷണം UAE വെച്ചായിരുന്നു നടന്നിരുന്നത് മിക്കവാറും ഒക്കെ ഈ താലിബാനുമായിട്ട്. നമ്മള് ഇവരെ പ്രത്യക്ഷത്തിൽ അടുപ്പിച്ചിട്ടില്ലായിരുന്നു. ഏലത്തെ നമ്മൾ അടുപ്പിക്കത്തില്ലായിരുന്നല്ലോ, പരസ്യമായിട്ടില്ല, രഹസ്യബന്ധങ്ങൾ ഉണ്ടായിരുന്നു. അതായത് വേളി കഴിക്കാൻ പറ്റില്ല എന്നാൽ ബന്ധമാകാം എന്നുള്ള രീതിയിലായിരുന്നു മുമ്പ് വെക്കൊണ്ടിരുന്നത്. അതിനുശേഷമാണ് നമ്മുടെ അരക്സി അവിടെ പോകുന്നത്, അതായത് മിസ്ട്രി പോകുന്നു, പിന്നെ നമ്മുടെ ജയശങ്കർ പോകുന്നു, പിന്നെ അവര് വരുന്നു. മുത്തക്കൊക്കെ ഇവിടെ വന്ന് 10 ദിവസം കണ്ട് തങ്ങിയിട്ടല്ലേ പോയി, 8 ദിവസം 7 ദിവസം എങ്ങാണ്ടൊക്കെ കറങ്ങി നടന്ന് UP-യിലൊക്കെ പോയിട്ട് ആ ദിയോബന്ദിലൊക്കെ പോയി ചായ കുടിച്ചിട്ടൊക്കെയാണ് പുള്ളി പോകുന്നത്. അത് ഈ ചർച്ച മുഴുവൻ നടന്നത് UAE വെച്ചിട്ടായിരുന്നു. ബാക്ക്ഡോർ സംഭാഷണങ്ങൾ മുഴുവൻ നടന്നിരിക്കുന്നത്. സാധാരണ ലോകത്തെ രാജ്യങ്ങളെല്ലാം ഈ ഖത്തറിനെയാണ് അതിനുവേണ്ടി ഉപയോഗിക്കുന്നത്, പക്ഷെ നമ്മൾ ഉപയോഗിച്ച UAE ആയിരുന്നു.